വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആർട്ട് ബുക്കുണ്ട്. അപ്പം അത് കാണിക്കാനാണ്, അതിനകത്ത് പിക്ചേഴ്സൊക്കെ കാണിക്കാനാണ്. അപ്പം വീഡിയോയിൽ പോകുന്നതിനെക്കാട്ടിലും മുമ്പ് ഈ വീഡിയോ അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക്. അപ്പം ഈ ബുക്കിൽ ഫസ്റ്റ് ഞാൻ കൊച്ചിലെ വരച്ച മുതലുണ്ട്, കൊച്ചിൽ ഒരു 5 വരച്ച മുതലുണ്ട്. അപ്പം ഇത് ഒരു ബൊക്കയാണ്. ഇവിടെ നിന്നാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബൊക്ക വരെയുള്ളതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതുപോലെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു കുപ്പി, പിന്നെ ഇതെല്ലാം മിക്സ് ആക്കിയതാണ് കേട്ടോ. ഇങ്ങനെ മിക്സ് ആക്കി കഴിയുമ്പോൾ വരച്ചതാണ്. ഇത് പിന്നെ ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് താമരയുടെ പടം. എൻ്റെ പേര് ഏഞ്ചലീന എന്നാണ്. ഇത് ഞാനിങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് ഇലയെല്ലാം ഉണങ്ങിയതാണ്. ഇതൊരു ഓലിയിടുന്ന ഒരു കുറുക്കൻ ഇങ്ങനെ ഒരു മലയുടെ പുറത്തേക്ക് ഇരുന്ന് ഓലിയിടുന്നതാണ്. ഇത് പിന്നെ ഒരു മരമാണ്. ഇതൊരു കൊക്ക്, പിന്നെ ഒരു പെൺകുട്ടി, പിന്നെ ഒരു വീട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പിക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു റെയിൻബോയുടെ. എൻ്റെ പേരറിയാത്തത് എൻ്റെ പേര് ഏഞ്ചലീന എന്നാണ്. അപ്പം അടുത്തത് ചെറി. പിന്നെ ഞാൻ ഇതുപോലൊരു പടം, ഒരു മനുഷ്യൻ്റെ പടം, പിന്നെ ഒരു മീൻ പിടിക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ ഒരു ബൾബ്, പിന്നെ ഒരു മുയൽ, അത് കഴിഞ്ഞ് ബലൂണ്, ഒരു ഇല, പൂവുകൾ, പിന്നെ ഇത് സൂപ്പ്. 5 വെച്ചിട്ടാണ് ഞാൻ ഈ തത്തയെ വരച്ചത്. പിന്നെ ഇത് ഒരു ചുമ്മാ ഒരു മാറ്റ് പോലെയാണ്. ഇത് സദ്യയാണ്. ഇത് സദ്യ. പിന്നെ ഇത് ഒരു മിഠായി. ഇതൊരു പടം വരയ്ക്കുന്നതാണ്. ഇത് ഒരു നെയ്ക്കുപ്പിയാണ്. ഇത് ഒരു പേഴ്സ്. ഇത്രയും ചാലഞ്ച് ചെയ്തപ്പോൾ ഇതാണ്. ഇത് പിന്നെ ഒരു പേന, ഒരു മെഴുകുതിരി, ഒരു സ്കെയില്, പിന്നെ ഒരു ക്യൂട്ടസ്. ഇനി ഇതിങ്ങനെ കുറേ കുട്ടികളിങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത്. ഇതൊരു പെൺകുട്ടി മഴ നനഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത് പിന്നെ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ഇത് ഞാൻ ഏഞ്ചൽ എന്നാണ് എന്നെ വിളിക്കുന്നത്. പിന്നെ അലീന, അലൻസിയ. പിന്നെ ഇത് ഞാൻ വരച്ച ഒരു ഫാമിലിയുടെ ഈ സൈഡിൽ മൈ ഫാമിലി ട്രീ പോലെയാണ് ഞാൻ ചെയ്തത്. മൈ ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അന്നമ്മ, അനു, ഏഞ്ചലീന, അലീന, അലൻസിയ, MD എബ്രഹാം. പിന്നെ ഐ ലവ് മൈ ഫാമിലി എന്നും കൊടുത്തിട്ടുണ്ട്, ഒരു ഫാമിലി ട്രീ പോലെ. പിന്നെ ഇതിങ്ങനെ ഒരു അപ്പുറത്തെ പാട് കാണാതിരിക്കാൻ ഞാൻ ഇങ്ങനെ വരച്ചെടുത്താണ്. പിന്നെ ഇതൊരു താറാവാണ്. ഇതൊരു തൂവൽ. പിന്നെ ഇത് ഞാനിങ്ങനെ സ്പോഞ്ച് വെച്ച് ചെയ്തതാണ്. ഇത് പിന്നെ വരച്ചതല്ല കേട്ടോ. ഇത് കാറ്റർപില്ലറിൽ നിന്ന് ബട്ടർഫ്ലൈ ആകുന്നത്. ഇത് ഞാൻ 6ഉം ഞാനും വെച്ചിട്ട് ചെയ്തതാണ്. ഇതൊരു പാൻഡയാണ് കേട്ടോ. പിന്നെ ഇതൊരു ഹാർട്ട് വെച്ച് വരച്ച തത്തയാണ്. ഇങ്ങനെ ഒരു തത്തയല്ല, ഒരു കിളിയാണ്. ഇത് റോസ്. ഇതൊരു ഹാർട്ട് വെച്ച് വരച്ചാണ്. ഇത് ഞാൻ ഫ്രെയിമാണ് കേട്ടോ. ഇത് ഒരു ഫ്രെയിമാണ്. പിന്നെ ഇത് ഒരു കുട്ടികൾ, ടീച്ചേഴ്സ്. പിന്നെ ഇത് അപ്പുറത്തെ പാടാണ് കേട്ടോ. ഇത് പുറകെ കിടക്കുന്നത്. പിന്നെ ഇതൊരു അമ്പിളിയമ്മാവൻ. ഇതൊരു തണ്ണിമത്തങ്ങയാണ്. പിന്നെ ഇതെൻ്റെ ഫിംഗർ പ്രിൻ്റ് ആണ് കേട്ടോ. അതാണ്. പിന്നെ ഇത് ഒരു റെയിൻബോ പോലെ കണ്ടത്, നല്ല രസമുണ്ട് റെയിൻബോ. ഇതിൻ്റെ തന്നെ വേറെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, പതിഞ്ഞ് വന്നാണ്.
പിന്നെ ഇതൊരു ബി ആണ്, തേനീച്ചയാണ്. പൂവിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇത് എന്താ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നത് ഇത് കരയുന്ന അപ്പുറത്തെ വെള്ളം കാരണം, ഇവിടെ പടം ഉണ്ടായിരുന്നു, അപ്പുറത്തെ വെള്ളം കാരണം അത് മിക്സ് ആയതാണ്. ഇനി ഇത് ഒരു ഇലയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.